കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ടെക്നോളജി എന്ന് പറയുന്നത്. വെരി കോമൺ ആണ്, നിങ്ങളെല്ലാവരും കണ്ട് പരിചയമുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ഓൾസോ നോൺ ആസ് സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്സ്, SMB അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് കംപ്രസ്ഡ് എർത്ത് ബ്ലോക്ക് എന്നും കൂടെ രണ്ട് പേരുകൾ അതിനുണ്ട്. ഓക്കെ, സാധാരണ രീതിയിൽ ഇതിൻ്റെ 3 കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സോയിൽ സിമെൻറ്റും പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറും. അതുകൊണ്ടാണ് സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സോയിലും സിമെൻറ്റും ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് അത് മിക്സിങ്ങിന് വേണ്ടി നമ്മൾ വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ പ്രൈമർലി മെയ്ഡ് ഫ്രം 3 കീ ഇൻഗ്രീഡിയൻസ്, ദാറ്റ് ഈസ് സോയിൽ, സിമെൻറ്റ് ആൻഡ് വാട്ടർ. ആൻഡ് അഡീഷണലി സാൻഡും അതുപോലെ തന്നെ ക്രഷ്ഡ് സ്റ്റോൺ ഡസ്റ്റും അതുപോലെ തന്നെ ലൈമ് അതുപോലെ തന്നെ പോസോലോന സിമെൻറ്റൊക്കെ നമ്മൾ ഈ ഓരോ ഡിസൈഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടിക്കൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് സോയിൽ ടൈപ്പിനൊക്കെ അനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ബേൺഡ് ക്ലേ ബ്രിക്ക്. നമ്മൾ സാധാരണ രീതിയിൽ ബേൺ ചെയ്തിട്ടുണ്ടാക്കുന്ന ക്ലേൻ്റെ ബ്രിക്കില്ലേ, അതിനെക്കാട്ടിയും മോർ എനർജി എഫിഷ്യൻറ്റുമാണ്, കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡിൽ വരുന്നതുമാണ്. ഓക്കെ, ബേൺ ക്ലേ ബ്രിക്സ് ആർ ഹൈലി പോപ്പുലർ ഇൻ കൺസ്ട്രക്ഷൻ ഡ്യൂ ടു പോർട്ടബിലിറ്റി ആൻഡ് ലോ മെയിൻ്റനൻസ്. ബേൺ ക്ലേ ബ്രിക്ക് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പോർട്ടബിലിറ്റി അതുപോലെ ലോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ 2 മെയിൻ അഡ്വാൻറ്റേജസ് കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പക്ഷേ transporting burnt brick from production center to construction site can significantly increase project cost and be more expensive when sites are far from brick kilns. ഓക്കെ, പക്ഷേ എന്തുണ്ട്, നമ്മൾ സാധാരണ ഈ ബേൺ ക്ലേ ബ്രിക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോർട്ടബിലിറ്റിയും ലോ മെയിൻ്റെനൻസും. പക്ഷേ ഈ ട്രാൻസ്പോർട്ടിങ് ബേൺ ബ്രിക്ക് ഫ്രം പ്രൊഡക്ഷൻ സെൻറ്റർ ടു കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റും അതുപോലെ തന്നെ ബ്രിക്കിൻ്റെ കിൽനൊക്കെ അല്ലേ, അതായത് അതിൻ്റെ ചൂള എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അതെന്ന് പറഞ്ഞാൽ ഫോർ എവേ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കുറച്ചും കൂടെ അധികമായിരിക്കും. അപ്പം അതിനൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ളൊരു മെത്തേഡിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദീസ് ബ്ലോക്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് ലോക്കലി യൂസിങ് സോയിൽ, സാൻഡ് ആൻഡ് എ സ്റ്റെബിലൈസർ. സാധാരണ ലോക്കലി യൂസ് ചെയ്യുന്ന സോയിൽ, സാൻഡ് അതുപോലെ തന്നെ സ്റ്റെബിലൈസർ, അതായത് സിമെൻറ്റ് അല്ലെങ്കിൽ ലൈമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, എനർജി എഫിഷ്യൻ്റ് ആണ് കമ്പയർഡ് ടു ബേൺ ബ്രിക്ക്. ഓക്കെ, soil cement block technology uses both local soil and local labor, which makes it more accessible option for the construction process. മറ്റേനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്നോളജി യൂസസ് ബോത്ത് ലോക്കൽ സോയിലും യൂസ് ചെയ്യുക അതുപോലെ തന്നെ ലോക്കൽ ലേബറും. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മോർ ആക്സസിബിൾ ആണ് ആൾക്കാർക്ക്. ഓക്കെ, its production also employs considerably less use thermal energy, making it പ്രിഫറബിൾ ഫോർ ദ എൻവയോൺമെൻറ്റ് ആസ് വെൽ ആസ് അല്ലേ. മറ്റേലെന്ന് പറഞ്ഞാൽ നമ്മൾ ബേൺഡ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ അധികം തെർമൽ എനർജീൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദ സക്സസ് ഓഫ് സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ടെക്നോളജി ഡിപ്പെൻഡ്സ് ഓൺ സോയിൽ കമ്പോസിഷൻ, ബ്ലോക്ക് ഡെൻസിറ്റി അതുപോലെ തന്നെ സിമെൻറ്റ് കണ്ടൻറ്റ്. ഇതിൻ്റെ ഒരു സക്സസ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് സോയിലിൻ്റെ കമ്പോസിഷൻ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സിമെൻറ്റ് കണ്ടൻ്റാണ്. ഓക്കെ, ഇനി സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് ആർ ഡെൻസ് solid block, highly compacted using a machine with a mixer of soil, sand, stabilizer. Okay, next പറയുന്നത് they need only 25 to 30% of energy used for the production of burned brick. Okay, അത്രയും എനർജീൻ്റെ ആവശ്യമുള്ളൂ. ഇനി അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു 3-4 സ്റ്റെപ്പുകളെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുക എന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻ. ആദ്യം പ്രിപ്പറേഷന് വേണ്ടത് നമുക്ക് സോയിലും സിമെൻറ്റുമാണ്. അപ്പോൾ സോയിൽ സാധാരണ നമ്മൾ 5 mm സീവക്ക് കൂടെയാണ് പാസ് ചെയ്യുക. അതിലെന്തെങ്കിലും ഗ്രാവലോ അല്ലെങ്കിൽ ചെടീൻ്റെ ഒക്കെ റൂട്ടോ ക്ലേലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക വിത്ത് സ്റ്റെബിലൈസർ. ഓക്കെ,
പിന്നെ വരുന്നത് മോൾഡിങ്, അല്ലെങ്കിൽ അതിനെ കോമ്പാക്ഷൻ ചെയ്യണം അല്ലേ. അതായത് മോൾഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വേണ്ട ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മോൾഡൊക്കെ ആദ്യം സെറ്റാക്കണം. അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളെ ഇൻഗ്രീഡിയൻസ് ഫില്ല് ചെയ്തിട്ട് ബ്ലോക്കായിട്ട് എടുക്കുകയാണ് ചെയ്യുക. പ്ലേസ് ദ മിക്സർ ഇൻ എ ബ്ലോക്ക് മേക്കിംഗ് മെഷീൻ, മാനുവൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രസ്. അതായത് മാനുവലി ചെയ്യാം, അതായത് നമ്മൾ സാധാരണ ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്യുന്ന പോലെ അതിൻ്റെ മോൾഡിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രസ് വഴിയും ചെയ്യാം. ഓക്കെ, ഇനി കോമ്പാക്റ്റ് അണ്ടർ പ്രഷർ ടു ഫോം ഡെൻസ് ബ്ലോക്ക് ഓഫ് റിക്വയർഡ് സൈസ്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അണ്ടർ പ്രഷറിൽ നമ്മൾ നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇതിനെ മിനിമം ഒരു അറ്റ്ലീസ്റ്റ് 7 to 14 ഡേയ്സ് എങ്കിലും സ്പ്രിംഗ്ലിംഗ് വാട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ക്യൂറിങ് ചെയ്യണം. ഇനി സിമെൻറ്റ് മോട്ടോർ ഓഫ് 1:6 ഹാസ് ബീൻ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സോയിൽ സിമെൻറ്റ് ബ്ലോക്ക് വോൾ. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു തന്നെ, അതായത് ലോക്കൽ മെറ്റീരിയലാണ് അല്ലേ. ലോക്കൽ മെറ്റീരിയൽസ് ഒക്കെ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയലാണ്, അതിന് മിനിമം മെയിൻ്റെനൻസ് മതി. അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റി ഒക്കെ നന്നായിട്ടുണ്ടാവും. ആൻഡ് ഫയർവുഡ് ഈസ് നോട്ട് നീഡഡ് ടു പ്രൊഡ്യൂസ് CSEB. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസും കൂടിയാണ്. ക്ലിയർ ആണോ? ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇതിന് ഫയർവുഡിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്.